ഇന്നിപ്പോൾ റീൽ കണ്ടുകൊണ്ടിരിക്കുന്ന പകുതിയിലധികം ആളുകളുടെ സിറ്റുവേഷൻ ഇത് തന്നെ ആയിരിക്കും. ഞാനൊരു ബ്ലോഗറാണല്ലോ. ഞാൻ പലയിടത്തും വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ കൊച്ചി പോയാലും തിരുവനന്തപുരത്ത് പോയാലും കൊല്ലത്ത് പോയാലും എല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റോറി ഇടാറുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെ വരും, അവിടെ വരും, ഇവിടെ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളൊക്കെ അവിടെ വെച്ച് കാണാറൊക്കെ ഉണ്ട്, വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇടുന്നതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോകുന്നല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന, നമ്മൾ വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഈ പലപ്പോഴും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതിട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കും. ഒരുപാട് ടയേർഡായിട്ട് ചിലപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടാവത്തില്ല, വെള്ളം കുടിച്ചിട്ടുണ്ടാവത്തില്ല. അതൊക്കെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരാളെങ്കിലും നീ വീട്ടിലെത്തിയോ, നീ കഴിച്ചോ, നീ ഓക്കെ ആണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പലപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഈ ഇടയ്ക്ക് തന്നെ ഞാൻ 10 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഞാൻ ബസ്സിൽ തിരിച്ച് വീട്ടിലോട്ട് നല്ല പനിയായിട്ട് വരുന്നത്. ഞാൻ ആലോചിക്കുക, ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ നീ എങ്ങനെയുണ്ട്, ഭയങ്കര മഴ, അല്ലെങ്കിൽ വിഷമമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് കണ്ടാൽ, അവർ ഓക്കെ അല്ല എന്ന് കേട്ടാൽ, അവർ ഓക്കെ ആവുന്നത് വരെ, അവർ ഹാപ്പി ആവുന്നത് വരെ അവരുടെ കൂടെ നിന്നിട്ട് പല കാര്യങ്ങളും ചോദിച്ച് അവർ ഓക്കെ ആക്കാൻ എനിക്ക് വലിയൊരു നിർബന്ധമുണ്ട്. അങ്ങനെ വേണമെന്ന് പലപ്പോഴും പലരുടെയും സ്റ്റോറീസോ സ്റ്റാറ്റസോ ആണെങ്കിൽ ഉടനെ വിളിക്കും. അവർ ഓക്കെ ആവുന്നതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കാറുണ്ട്. നമുക്കെല്ലാവരും വേണം, പക്ഷെ നമ്മളെ ആർക്കും വേണം. ഇതാണ് റിയാലിറ്റി. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അവരോടുള്ള സ്നേഹം കുറയ്ക്കുകയോ കട്ടാക്കുകയോ ചെയ്യരുത്. നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുക, പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വളരെ ദുഃഖമുണ്ട്. ഒരാളെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഒരാളെങ്കിലും മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ.